Hi, hello, welcome back to another video. So ഇന്നത്തെ വീഡിയോ is all about ഒരു മിനി മീൽ പ്രപ്പ്. സോ ഞാൻ ആദ്യമായിട്ടാട്ടോ മീൽ പ്രപ്പ് ചെയ്യുന്നത്. അതും വലിയ പ്ലാനിങ്ങോടെ ഒന്നല്ല ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന കുറച്ച് ഡിഷസ് ഞാൻ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. സോ ഇത് മൺഡേ ടു തേഴ്സ്ഡേ വരെ നമ്മൾ ബാംഗ്ലൂരിലുള്ളൂ. സോ അത്ര ദിവസത്തേക്ക് മാത്രമുള്ളൊരു മീൽ പ്രപ്പാണിത്. സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മെല്ലെ നമ്മുടെ പണിയിലോട്ട് കടക്കാം. സൺഡേ പൊതുവേ ഒരു പ്ലാനിങ്ങും സ്കെഡ്യൂളിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടത്തിനും ഒരു ഫ്ലോയിലും അങ്ങ് പോവാറ്. സോ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായി. ഒരു ഉച്ചയായി നമ്മൾ ആക്ച്വലി മീൽ പ്രപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നവീൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇന്ന് ഉച്ചക്കത്തെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാമെന്ന്. നവീൻ്റെ ചിക്കൻ കറീൻ്റെ പണി തുടങ്ങി. അത് ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇത് നമ്മളുടെ ഉച്ചക്കത്തെ കറിയാട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രിപ്പറേഷന് തുടങ്ങി. ഞാൻ ഫ്രൈഡ് റൈസിനൊക്കെ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ മുറിച്ചു. നടുക്കുന്ന അച്ഛൻ്റെയും മോളുടെയും ഒച്ച കേൾക്കാത്തതുകൊണ്ട് ഞാനൊന്ന് എത്തി നോക്കിയതാട്ടോ. അപ്പോൾ രണ്ടാളും ഹൈഡാൻസി കളിക്കുകയായിരുന്നു. മോളെ എൻ്റർടൈൻ ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ വഴികൾ. കളി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മളെ പ്രിപ്പറേഷനിലോട്ട് തിരിച്ചു വരാം. നവീൻ്റെ ചിക്കൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വൈൽ ഞാൻ എൻ്റെ കുക്കർ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കി. സോ ഞാനിത് ചെയ്യുന്നതിൻ്റെ നടുക്ക് തന്നെ എൻ്റെ ക്ലീനിങ് പ്രോസസ്സും നടക്കാറുണ്ട് കേട്ടോ. ബിക്കോസ് അറ്റ് ദ എൻഡ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് കൂടുതൽ പണി പോലെ തോന്നും. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നടുക്കുന്ന ഞാൻ ക്ലീനാക്കും. നടുക്കുന്ന ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഞാൻ പാത്രങ്ങളും കഴുകി വെക്കും. അവസാനം നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ബേർഡൻ ആയിട്ട് തോന്നില്ല. ഞാൻ എൻ്റെ ചിക്കൻ കുക്കർ ബിരിയാണി വെച്ചിട്ടാണ് തുടങ്ങിയത്. ആദ്യം പറഞ്ഞ പോലെ അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. മനസ്സിൽ തോന്നിയ 2-3 ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി പ്രാക്ടീസായ ഐറ്റംസ് അത് കുറച്ച് വേഗം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു മീൽ പ്രപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ട്രൈ ചെയ്യുന്നതുകൊണ്ട് അതിൽ വെച്ച് തന്നെ തുടങ്ങാമെന്ന്. സോ ഇതിനാവശ്യമുള്ള ചിക്കൻ്റെ മസാലയൊക്കെ നവീൻ ആദ്യം ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടിയും ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് അതൊന്ന് സെറ്റാക്കി. സോ എൻ്റെ മീൽ പ്രപ്പിലെ ആദ്യത്തെ ഡിഷ് കുക്കർ ബിരിയാണി ആട്ടോ. ഞാൻ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് കൂടുതലാവോ എന്ന് കണ്ടറിയണം. ഈ പ്രാവശ്യം ചെയ്യുന്ന ശരിയും തെറ്റും ഒക്കെ നോക്കിയിട്ട് വേണം ഈ പണി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതോ മീൽ പ്രപ്പ് ഈ ആഴ്ചത്തോടെ നിർത്തുമോ എന്നുള്ളത് നമുക്കറിയാൻ. നമ്മളെ മെയിൻ കുക്കർ ബിരിയാണീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അത് ഞാൻ ലിഡിട്ട് മൂടി വെച്ചു. ഞാൻ പ്രഷർ ഇടാറില്ല. അതിട്ട് കഴിഞ്ഞാൽ എപ്പോഴും അടി കരിയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിഡിട്ട് മൂടി അതവിടെ തിളക്കാൻ വെച്ചു. ഇനി നമുക്ക് അടുത്ത ഡിഷ് ഉണ്ടാക്കാം, ഫ്രൈഡ് റൈസ്. ഞാനൊരു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. എൻ്റെ ലിസ്റ്റിലത്തെ അടുത്ത ഐറ്റം വെജ് ഫ്രൈഡ് റൈസ്. ഓൾറെഡി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇനി അരി വേവിക്കുക, പച്ചക്കറി വേവിക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇതാണ് സിമ്പിൾ വെജ് ഫ്രൈഡ് റൈസിൻ്റെ. സോ അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അരി റെഡിയായപ്പോൾ വെജിറ്റബിൾസ് റെഡിയായപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തു. അതിലത് കുറച്ച് സോയാ സോസും ബ്ലാക്ക് പെപ്പറും ആഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് അത് കുറച്ചൊന്ന് ചൂടാക്കി. ഇതൊക്കെ ആവുന്ന നേരം ഞാൻ സൈമൾട്ടേനിയസ്ലി എൻ്റെ കിച്ചണും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ ബിരിയാണി റെഡിയായി. സോ അതൊക്കെ നല്ലോണം ക്ലോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് തുടങ്ങാം. ലിസ്റ്റിലത്തെ അടുത്ത ഐറ്റം എൻ്റെ മനസ്സിലുണ്ടായത് എലിശ്ശേരിയാണ്. എലിശ്ശേരി ഉണ്ടാക്കാൻ തന്നെ 2 ഐറ്റമാണ് മെയിന്. ഒന്ന് മത്തങ്ങയും ഒന്ന് എലിശ്ശേരി പയറും. പയറൊക്കെ വേവിക്കാൻ വെച്ചപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്, മത്തങ്ങയില്ല വീട്ടിലെന്ന്. ഇനിയിപ്പോൾ ഓൾറെഡി വൈകുന്നേരമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ മൂഡ് പോവും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് വെറും ഒരു പയറ് കറി തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാം എന്നുള്ളത്. മീൽ പ്രപ്പിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കാൻ തന്നെ തുടങ്ങിയത് ലേറ്റായി. സോ ഈവനിങ് ആയി. സോ ഈവനിങ് ആയ 1 കപ്പ് ചായ അത് മസ്റ്റാണ്. സോ ഒന്ന് ഉന്മേഷം വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ചായ ഉണ്ടാക്കി നമ്മൾ കുടിച്ചു. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം പയർ വേവുന്ന സമയം കൊണ്ട് ഞാൻ നവീനോട് തേങ്ങയൊക്കെ ചെരുക്കി തരാൻ പറഞ്ഞു. സോ കുറച്ചധികം തന്നെ തേങ്ങ ആവശ്യമുണ്ടായിരുന്നു. ഇത് ശരിക്കും കംപ്ലീറ്റ് മീൽ പ്രപ്പ് എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഉച്ചയ്ക്കുള്ളത് മാത്രം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നൊരു ഐറ്റംസാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളുടെ കയ്യിൽ ഓൾറെഡി പ്ലാൻ ഉണ്ട്. അതാണ് നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മൺഡേ ദോശയോ അല്ല ഇഡ്ഡലിയോ, ട്യൂസ്ഡേ ഇടിയപ്പം മുട്ടക്കറി, വെനസ്ഡേ പുട്ട്
കടലക്കറി. സോ ഇങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഞാൻ ഡിസ്റപ്റ്റ് ചെയ്യുന്നില്ല. ഞാനിത് ഉച്ചക്കത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മീൽ പ്രെപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. സോ അതിൻ്റെ നടുക്ക് നമ്മൾ കുറേ കാലമായിട്ട് മേടിച്ചൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു. സോ നവീൻ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പം ആ പണിയിലേക്ക് ഇറങ്ങി. ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഷാണ് കേട്ടോ. ഇതാണ് ദോശമാവ് ഓർ ഇഡ്ലി ബാറ്റർ. എന്ത് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഡിന്നറിന് വേണ്ടിയിട്ടാണെങ്കിലും ഉള്ളൊരു മെയിൻ ഡിഷ്. അതുകൊണ്ട് അതാണ് എൻ്റെ ഫൈനൽ ഡിഷ് ഓഫ് ഇൻ ദ ലിസ്റ്റ്. എല്ലാ ഡിഷും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രാത്രി ആയിരുന്നു. ഞാൻ മേ ബി പെർഫെക്റ്റ് പ്ലാനിങ്ങോടെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും കുറച്ച് ലേറ്റ് ആയത്. ഇല്ലെങ്കിൽ നടക്കുന്ന നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടല്ല ചെയ്തത്, നടക്കുന്ന ബ്രേക്ക് എടുത്തിട്ടുമാണ് ചെയ്തത്. സോ അവസാനം എല്ലാം കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ കിച്ചൺ ക്ലീൻ ആക്കാൻ തുടങ്ങി. സോ കുറേ അധികമൊന്നും ക്ലീൻ ആക്കാനില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ലാസ്റ്റ് ആകുമ്പം അതധികം ഇത് തോന്നിയില്ല. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഡൈനിങ് ടേബിൾ നിരത്തി വെച്ചു. എന്നിട്ട് കിച്ചൺ നമ്മൾ ഫുള്ളായി ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് ദ ഫോട്ടോ ഫ്രെയിം. ഇനി നമുക്ക് ഡിഷസ് ഒന്നൊന്നായിട്ട് കാണാം. ഇതെൻ്റെ കുക്കർ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇതെൻ്റെ വെജ് ഫ്രൈഡ് റൈസ്. പിന്നെ ഇതെൻ്റെ എലിശ്ശേരി അല്ല, പയറുകറി. പിന്നെ ഇത് കുറച്ച് ബാക്കിയുള്ള ചോറായിരുന്നു ഉച്ചക്കത്തെ. ഇത് നമ്മളുടെ ഫ്രണ്ട് കൊണ്ടു തന്നതാട്ടോ, അവിയൽ. സോ അതും കൂടി ഇനി നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം. ഇതെൻ്റെ മെയിൻ ഐറ്റം ദോശ ബാറ്റർ. ഇത് നമ്മുടെ ഉച്ചക്കത്തെ ചിക്കൻ കറി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.